all, welcome to once. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് per unit systems from power systems. Okay. So ഈ സെഷനിൽ let us learn what is meant by per unit system, how to find the base impedance in single phase and three phase systems and advantages of per unit systems. Okay. എന്താണ് per unit system എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമ്മുടെ പവർ സിസ്റ്റം നമ്മൾ ആസ് എ ഹോൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് എലിമെന്റ്സ് ഉണ്ട് അല്ലേ? സ്റ്റാർട്ടിങ് ഫ്രം ദ ജനറേറ്റേഴ്സ്, ട്രാൻസ്മിഷൻ ലൈൻസ്, കേബിൾസ്, ലോഡ്സ്, മോട്ടേഴ്സ്, അങ്ങനെ ഒരുപാട് എലിമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ എലിമെന്റ്സ് എല്ലാം പല പല റേറ്റിംഗിലാണ്. വോൾട്ടേജ് റേറ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പവർ റേറ്റിംഗ് ആയിക്കോട്ടെ, അതിന്റെ റേറ്റിംഗ് ഒരു വൈഡ് സ്കെയിലിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇഫ് യു വോണ്ട് ടു കമ്പയർ ദ പെർഫോമൻസസ് ഓഫ് ദീസ് എലിമെന്റ്സ്, എങ്ങനെ കമ്പയർ ചെയ്യും? സപ്പോസ് നിങ്ങളൊരു ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. അപ്പം നിങ്ങളുടെ പെർഫോമൻസസ് എങ്ങനെയാണ് ടീച്ചറെ ഇവാലുവേറ്റ് ചെയ്യുക? മേ ബി ഓൺ ദ ബേസിസ് ഓഫ് യുവർ മാർക്സ് ഒബ്റ്റെയിൻഡ് അല്ലേ? അപ്പം പലർക്കും പല മാർക്സ് ആണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ CGP ഔട്ട് ഓഫ് 10 അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഔട്ട് ഓഫ് 100 നിങ്ങളുടെ മാർക്സിനെ ഇവാലുവേറ്റ് ചെയ്ത് എളുപ്പത്തിൽ കമ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പവർ സിസ്റ്റത്തിൽ ഇഫ് യു വോണ്ട് ടു ഗെറ്റ് എ റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ് ഇൻഫർമേഷൻ about the various parameters എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, current rating, power rating of these various elements that is existing in our power system, നമ്മൾ ഒരു സിസ്റ്റമിനെ യൂസ് ചെയ്യും and that system is called as per unit system. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ per unit സിസ്റ്റത്തിൽ പാരാമീറ്റേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോമ്പോണൻസിന്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? സോ വിൽ കമ്പയർ the parameters, whether it be voltage rating or current rating or power rating, whatever it is for each elements against a common value, ഒരു common standard value വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ആ സ്റ്റാൻഡേർഡ് വാല്യൂനെയാണ് നമ്മൾ ബേസ് വാല്യൂ എന്ന് പറയുന്നത്. സോ പെർ യൂണിറ്റ് വാല്യൂ എങ്ങനെ ഒരു ക്വാണ്ടിറ്റീനെ ഡിഫൈൻ ചെയ്യാം? അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: പെർ യൂണിറ്റ് വാല്യൂ ഓഫ് എനി ക്വാണ്ടിറ്റി is defined as the ratio of actual quantity to the base expressed as a decimal. അപ്പൊ നമ്മളൊരു ആർബിട്രലി നമുക്കൊരു ബേസ് വാല്യൂ ഏതൊരു പാരാമീറ്ററിന് നമുക്ക് സിസ്റ്റത്തിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ചൂസ് ചെയ്യാം. സോ ഒരു പാരാമീറ്റർ എടുക്കുകയാണെങ്കിൽ ആ പാരാമീറ്ററിന്റെ അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ ബൈ ദ ബേസ് വാല്യൂ വിൽ ഗിവ് യു ദ പെർ യൂണിറ്റ് വാല്യൂ ഫോർ ദാറ്റ് പാരാമീറ്റർ. ഓക്കെ, സോ പെർ യൂണിറ്റ് വാല്യൂ ഇസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് ആക്ച്വൽ ക്വാണ്ടിറ്റി ടു ദ ബേസ് വാല്യൂ വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ആസ് എ ഡെസിമൽ. ഒരു ഡെസിമലിന്റെ ഫോമിലായിരിക്കും അത് വരിക. ഓക്കെ, സോ ബേസ് വാല്യൂ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം? യു ക്യാൻ ചൂസ് ഇറ്റ് ആർബിട്രലി. ഇറ്റ് ഇസ് അക്കോർഡിംഗ് ടു ദ discretion of the engineer to choose the which base value to determine the per unit quantity of the parameter for that particular component. Okay, so in the formula എന്ന് പറയുന്നത് per unit value is equal to actual value by base value, and percentage ൽ നിങ്ങൾ per unit value നെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ just multiply by 100. so actual value by base value into 100. ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ ഇപ്പൊ നിങ്ങൾ ഒരു സിൻക്രണസ് ജനറേറ്റർ എടുക്കുകയാണ്. അതിന്റെ നോമിനൽ അല്ലെങ്കിൽ ആക്ച്വൽ പവർ വോൾട്ടേജ് റേറ്റിംഗ് 13.8 kV ആണ്. 13.8 അതിന്റെ സ്റ്റാൻഡേർഡ് നോമിനൽ റേറ്റഡ് വോൾട്ടേജ് 13.8 kV ആണെന്ന് നെയിം പ്ലേറ്റിൽ തന്നിട്ടുണ്ട്. ആൻഡ് സപ്പോസ് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് 12.42 kV ആണ് എന്ന് വെക്കുക. സോ ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് the machine is operating at 12.42 kV, you can say that the voltage is 0.9 per unit. 0.9 per unit എങ്ങനെ കിട്ടി? 12.42 by 13.8. So this is the actual value and this is the base value. Base value ഞാൻ 13.8 kV എൻ്റെ നോമിനൽ സ്റ്റാൻഡേർഡ് റേറ്റിംഗ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ I can say the per unit value of that voltage for the generator is 0.9 per unit. അപ്പോൾ 0.9 per unit എന്ന് പറയുമ്പോൾ തന്നെ we'll get a relative magnitude information about the voltage rating of the generator അല്ലേ? അപ്പോൾ it is close to the nominal rating എന്നൊരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരും. So that is the significance. അപ്പോൾ it is making the calculation part easier also, and it gives a relative magnitude information about the parameter with which we are taking the per unit value of. Okay, so ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ബേസിക്സ്. വാട്ട് ഇസ് per unit value എന്ന ടോപ്പിക്കിൽ വരുന്ന. ഓക്കെ നൗ ഞാൻ പറഞ്ഞു ഏതെല്ലാം പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ പെർ യൂണിറ്റ് വാല്യൂ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ പവർ സിസ്റ്റം റിക്വയർസ് ദ ബേസ് വാല്യൂസ് ഓഫ് 4 ക്വാണ്ടിറ്റീസ് ആൻഡ് ദേ ആർ വോൾട്ടേജ്, കറന്റ്,
power and impedance. അപ്പോൾ ഈ 4 ക്വാണ്ടിറ്റീസിന്റെയും ബേസ് വാല്യൂ കണ്ട അതിന്റെ പെർ യൂണിറ്റ് വാല്യൂ നമുക്ക് സിസ്റ്റത്തിൽ കാണാൻ സാധിക്കും. ഓക്കെ, വോൾട്ടേജ്, കറന്റ്, പവർ, ഇംപിഡൻസ്. അപ്പൊ ഈ 4 പാരാമീറ്റേഴ്സിന്റെയും പെർ യൂണിറ്റ് വാല്യൂസ് നമുക്ക് സിസ്റ്റത്തിൽ റിക്വയർമെന്റ് ഉണ്ട് കാണാൻ. ഓക്കെ, യെസ്. സോ ഇനി നമുക്ക് സിംഗിൾ ഫേസ് സിസ്റ്റം എങ്ങനെയാണ് ഇംപിഡൻസിന്റെ പെർ യൂണിറ്റ് വാല്യൂ കാണാമെന്ന് നോക്കാം. ഒരു സിംഗിൾ ഫേസ് സിസ്റ്റം നിങ്ങൾ എടുക്കാം. അപ്പൊ അതിലെ ബേസ് വാല്യൂസ് നമുക്ക് ഡിഫറെന്റ് പാരാമീറ്റേഴ്സിന്റെ ഫസ്റ്റ് സെലക്ട് ചെയ്യണം. സോ ലെറ്റ് KVA ബേസ് ബി ദ ബേസ് KVA, അതായത് പവർ റേറ്റിംഗ്, ആ എക്യുപ്മെന്റിന്റെ പവർ റേറ്റിംഗിന്റെ ബേസ് വാല്യൂസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ബൈ KVA suffix B. Okay, KVA is the power rating of the particular component. Okay, so let KVA base be the base KVA. Single phase system ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. And let KV base നെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? KV suffix B. എല്ലാ ബേസ് വാല്യൂസിനെ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് വിത്ത് suffix B, letter B. Okay, so let that be the base voltage in കിലോവോൾട്ടിലാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. And I base is the base current in amperes, and Z base be the base impedance in ohms. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 4 പാരാമീറ്റേഴ്സ് ഉണ്ടാവും ഓരോ കമ്പോണന്റിനും നമ്മുടെ സിസ്റ്റത്തിൽ. അപ്പൊ ഈ 4 പാരാമീറ്റേഴ്സിന്റെയും ബേസ് വാല്യൂ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാണ്. ലെറ്റ് KVA ബേസ് ബി ദ ബേസ് പവർ ഇൻ KVA, ലെറ്റ് KV ബേസ് ബി ദ ബേസ് വോൾട്ടേജ് ഇൻ കിലോവോൾട്ട്, IB be the base current in ampere, and Z be the base impedance in ohms. അപ്പൊ നമ്മുടെ റിക്വയർമെന്റ്, what I am going to find is I am going to get the per unit value for impedance. ഇംപിഡൻസിന്റെ per unit value എങ്ങനെ നമുക്ക് സിംഗിൾ ഫേസ് സിസ്റ്റത്തിലെ ഫോർമുല ഡിറൈവ് ചെയ്യാന്നാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് റിലേറ്റ് ചെയ്യാം ബേസ് കറന്റ്. ഹൗ ഡു യു റിലേറ്റ് ബേസ് കറന്റ് വിത്ത് റെഫറൻസ് ടു പവർ ആൻഡ് വോൾട്ടേജ്? പവർ ബൈ വോൾട്ടേജ് അല്ലേ കറന്റ്. സോ സിംഗിൾ ഫേസ് സിസ്റ്റം ആകുമ്പോൾ ജസ്റ്റ് ടേക്ക് KVA ബേസ് ബൈ KV ബേസ്. ഇപ്പൊ രണ്ടും കിലോ യൂണിറ്റിലായതുകൊണ്ട് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആംപിയറിൽ തന്നെ വരും. So base current is IB is equal to base power by base voltage. Base power in KVA and base voltage in kilovolt KV. രണ്ടിനും base suffix ആയിട്ട് കൊടുക്കാം. Write the letter B as suffix. So നമ്മൾ base current-നെ define ചെയ്തു. So first next we have to find base impedance. Base impedance എങ്ങനെയാണ് പറയുന്നത്? By the letter Z base. Base impedance നിങ്ങൾക്ക് അറിയാം, വോൾട്ടേജ് ബൈ കറന്റ് അല്ലേ ഇംപിഡൻസ് എന്ന് പറഞ്ഞ സിംഗിൾ ഫേസ് സിസ്റ്റം. സോ നമ്മുടെ വോൾട്ടേജ് ഇവിടെ നമ്മൾ ബേസ് ആയിട്ട് ചൂസ് ചെയ്തത് ഇൻ കിലോ വോൾട്ട് ആണ്. സോ കിലോ വോൾട്ട് ബേസ് ബൈ I base will give you Z base impedance. അപ്പൊ ഇതിന്റെ യൂണിറ്റ് വരിക, this will be in kilo ohms അല്ലേ, kilo ohms, because your voltage is in kilovolt and I base is in ampere. So obviously base impedance will be in kilo ohms, but we have to convert it into what? Standard unit, ohms ലേക്ക് convert ചെയ്യണം. So when you're defining Z base, it will be KV base into 1000 by I base അല്ലേ. KV base into 1000 by I base ohmsലായിരിക്കും. I base നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഫോർമുലയിൽ ഡെറൈവ് ചെയ്തു, ദാറ്റ് ഇസ് KVA base by KV base. So as ഡിനോമിനേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ I base is KVA base by KV base. അപ്പോൾ KV base from the denominator goes to the numerator, so it will be KV base the whole square divided by KVA base by 1000 എന്ന് വരും അല്ലേ. ഈ 1000 നമ്മൾ താഴത്തേക്ക് എടുത്താൽ, so it will be KVA base by 1000. So KVA base by 1000 is what? MVA base. So Z base in the formula we got it as KV base the whole square by MVA base. അത് ഓംസിലാണ്. യൂണിറ്റ് എല്ലാം ശ്രദ്ധിച്ച് നോട്ട് ചെയ്യണം. ഓക്കെ, എല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ടാവും. ഇപ്പം യൂണിറ്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ the answer might go wrong. So Z base is always in single phase system, the formula is KV base square by MVA base. So please retain that in your memory. Very important formula. And നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? We need to find the per unit impedance value for single phase system. So base value നമ്മൾ കണ്ടുപിടിച്ചു. So if you have the actual value in hand, you can divide the actual value with this base value. അപ്പോൾ ഏതൊരു പ്രോബ്ലം സിംഗിൾ ഫേസ് സിസ്റ്റത്തിൽ ചോദിച്ചാൽ to find the per unit impedance, just if the voltage is given in kilovolt and the power rating in MVA base, then just take the square of the voltage and divide it by the power rating in MVA base. So you'll get the base value, and actual value by base value will give you the per unit value of impedance. So is it per unit in the percentage, in percentage നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ Z actual in ohms by Z base in ohms into
100%. Okay, so clear. But single phase system in the base impedance in the formula kV base square by MVA base. Okay, very important. ഇനി നമുക്ക് 3-phase സിസ്റ്റം നോക്കാം. 3-phase സിസ്റ്റത്തിൽ ബേസ് ഇതേപോലെ തന്നെ ബേസ് ഇംപെഡൻസിന്റെ ഫോർമുല എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ലെറ്റ് us check. Okay, so let KV base be the line to line base KV. ഇവിടെ line to line വോൾട്ടേജ് ആണ് നമ്മൾ 3-phase സിസ്റ്റം അല്ലേ. സോ line to line വോൾട്ടേജ് KV ബേസ് ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്തു. Let KV base be the line to line base KV. Let KVA base be the 3-phase base KV ആയിട്ടാണ് നമ്മൾ KVA base നെ ഡിഫൈൻ ചെയ്യുന്നത്. And I base be the line value of the base current. So മൂന്ന് പാരാമീറ്റേഴ്സിനെ ഇവിടെ നമ്മൾ represent ചെയ്യാണ്. But the definition for each parameters with respect to single phase system is different. Because നമ്മുടെ സിസ്റ്റം 3-phase ആയി. അപ്പോൾ വോൾട്ടേജ് ബേസ് എന്ന് പറയുമ്പോൾ ലൈൻ ടു ലൈൻ വോൾട്ടേജ് എടുക്കണം. പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് 3-phase പവർ റേറ്റിംഗ് ആണ്. ആൻഡ് ഐ ബേസ് ഇസ് ദ ലൈൻ വാല്യൂ ഓഫ് ദ ബേസ് കറന്റ്. ഓക്കെ, സോ എങ്ങനെ നമുക്ക് 3-phase സിസ്റ്റത്തിലെ പവർ റേറ്റിംഗ് പറയാം? പവർ റേറ്റിംഗ് ഇസ് √3 VL/IL അല്ലെ, √3 VL. സോ KVA ബേസ് ഇസ് ഈക്വൽ ടു √3 VL/IL. ലൈൻ വോൾട്ടേജിന്റെ ലൈൻ ടു ലൈൻ ബേസ് KV എന്താണ്? KV ബേസിലാണ്. ഐ ബേസ് ഇസ് ദ ലൈൻ കറന്റ്. So √3 VL/IL is the formula for KVA base in 3-phase system. So and next നമ്മുടെ പാരാമീറ്റർ ഏതാണ് കാണേണ്ടത്? We have to find out I base. Okay, base current കാണണം. So I base എങ്ങനെ കാണും? From this formula it is KVA base by √3 KV base. From this formula I base is KVA base by √3 I base അല്ലെ. ഈ ഫോർമുലയിൽ നിന്ന് I base കണ്ടുപിടിക്കുക. KV base by √3 KV base ആണല്ലോ. ഇനി നമുക്ക് ബേസ് ഇംപെഡൻസ് പെർ ഫേസ് ആണ്. പെർ ഫേസ് ബേസ് ഇംപെഡൻസ് ആണ് കാണേണ്ടത്. സോ പെർ ഫേസ് ബേസ് ഇംപെഡൻസ് എന്താ? പെർ ഫേസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഐ ബേസ് അല്ലെ. സോ പെർ ഫേസ് വോൾട്ടേജസ് ലൈൻ വോൾട്ടേജ് ബൈ √3 ആണല്ലോ. സോ ലൈൻ വോൾട്ടേജസ് KV ബേസ് ബൈ √3. ഓംസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 1000 ചെയ്യണം. ആൻഡ് ഐ ബേസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ട് KVA ബേസ് ബൈ √3 KV ബേസ് ആണല്ലോ. യെസ്, സോ ദിസ് √3 ക്യാൻസൽസ്. KV ബേസ് the denominator and numerator like boom, so it will be KV base square, and what is remaining is KVA base divided by 1000, which is MVA base. So here also we are getting the same formula, which is very interesting. Single phase system and 3-phase system, per phase impedance in the base values KV base square by MVA base. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് സിംഗിൾ ഫേസ് സിസ്റ്റം ആണെങ്കിലും 3-phase സിസ്റ്റം ആണെങ്കിലും പെർ യൂണിറ്റ് വാല്യൂ ഓഫ് ഇംപിഡൻസ് കാണണമെങ്കിൽ ബേസ് വാല്യൂ ഓഫ് ഇംപിഡൻസ് ആദ്യം നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് write the formula KV base square by MVA base. So it will get you directly the base value for the impedance. Okay, and ഇത് ഓംസിലാണ് കിട്ടിയത്. സോ നേരത്തെ കണ്ട പോലെ തന്നെ if you want to find the percentage value per unit value in percentage, just divide Z actual by Z base into 100. Okay, അപ്പോൾ whether it is single phase system or 3-phase system, the base impedance value is KV base square by MVA base. As a marker, is a very important formula. All competitive exam, this formula is very important to get the answers very quickly. Okay, for the base per unit value of impedance. Okay, and now one type of problem which is frequently asked for competitive exam is that some given value will be given for the base value for different parameters. Let it be voltage or let it be power rating. Or a given value, like old value, if you want to convert the per unit impedance value to a new base value, so we make use of this formula. So just study the formula. It is Z per unit new is equal to Z per unit old into KV base old by KV base new the whole square into MVA base new by MVA base old. Very, very important formula. This number of problems are asked. Okay, so this formula നിങ്ങൾ അങ്ങനെ തന്നെ മെമ്മറൈസ് ചെയ്യുക. അപ്പോൾ Z per unit old, this value will be given in the question, and these values MVA KV base old is a given value in the question for the voltage base, and MVA base old will be the given value for the power rating in the question. And this value KV base new, this you have to select. MVA base new and KV base new you can select arbitrarily, or it will be given, select this as the new base values, and will be asked to convert the per unit value, old value of impedance to new value. So apply this formula. So what is the formula? Z per unit new is equal to Z per unit old into
kV base old by kV base new the whole square into MVA base new by MVA base old. Okay, the above expression can be used to convert the per unit impedance expressed on one base value to another base value. Okay, so new base values question mentioned, otherwise you can select it arbitrarily for power rating as well as your voltage rating. So don't confuse. Some students actually make the formula inverse. They'll take kV base new on the numerator and old in the denominator, so the answer might go wrong. So when you're studying the formula, study it very precisely, okay, without any mistakes. So this formula is also very important, based on which number of numericals are asked from this area. Okay. Yes. So Z per unit new is Z per unit old into kV base old by kV base new the whole square into MVA base new by MVA base old. Okay. Yes. So next is advantages of per unit computation. First, it gives a relative magnitude information. Now, we have said voltage rating of a system say 13.8 and nominal rating and actual rating 12 point something. It is just say the per unit value of voltage is at that moment or at that instant is 0.9 per unit. We have a relative standard value, relative magnitude information. That's calculations are greatly simplified. Load flow analysis, fault analysis, analysis, these studies in power system. If you are using the per unit values, it simplifies your calculation, saves your time. Okay, and simulations, in computer simulations, they make use of the per unit value of the various parameters of the system. Okay, and usually manufacturers specify the impedance of a device or machine in percent or per unit on the base of the nameplate rating. For machines like transformers like per unit value impedance values fault calculations helpful manufacturers nameplate rating per unit values specify transformer case per unit value of impedance referred to primary and the secondary would be the same. So transformer if you parallel operation condition per unit impedances match so adakku check per unit values express impedance, it will be very useful, and also to design the protective switchgear system for transformers, it is very helpful. So per unit values advantages so that signifies the importance of per unit systems in power systems. Okay. As a summary, this session we have just briefly studied three important formula. First is the definition formula. What is per unit value? Actual value by base value of any quantity in the system, whether it be voltage, current, power or impedance. And is it base, whether it is single phase system or three phase system, the per unit value, the base value of the impedance, that is Z base is kV base square by MVA base in ohms. Okay, kV base square by MVA base. And if you want to express the per unit value of impedance from the given old or given values or the old per unit value to a new value, this is the formula. Z per unit new is equal to Z per unit old into kV base old by kV base new the whole square into MVA base new by MVA base old. So that is the formula summary chart. So hope this brief session on per unit system is very clear to you. Hope to see you in the upcoming videos with more informative topics. Thank you.